Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. മഴയുണ്ടോ എല്ലായിടത്തും? മഴയാണ് മഴ. നല്ല മഴയാണ് അല്ലേ? എല്ലാവരും സേഫ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇട്ടതൊക്കെ നോക്കിയോ? കഴിഞ്ഞ ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ? ട്യൂസ്ഡേ അവധിയായിരുന്നു അല്ലെ? മഴയൊക്കെ കാരണം, ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം മറന്നുപോയോ? മിസ് എടുത്തതൊക്കെ മറന്നുപോയോ? ഓർമ്മയുണ്ടോ? നമ്മ പോളിസി അല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഡിസ്ചാർജ് പ്രൊസീജിയറിന്റെ പോളിസി അല്ലേ, നയങ്ങൾ അല്ലെ? അതില്ല മിസ് 9 എണ്ണാണല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലേ? 9 എണ്ണം പറഞ്ഞു നിർത്തിയില്ലേ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? മിസ് കണ്ടിന്യൂ ചെയ്തോട്ടെ? ക്ലാസ് എടുത്തു തുടങ്ങിക്കോട്ടെ? ഓക്കെ. പത്താമത്തെ പറയുന്നത്, patient who leave hospital against medical advice are to be explained on the consequences of LAMA. LAMA, LAMA, and the signature to be obtained in LAMA form in patient's record. എന്താണ് patients മെഡിക്കൽ, നമ്മൾ ദാമ എന്ന് പറഞ്ഞില്ലേ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ? മെഡിക്കൽ നമ്മുടെ ഡോക്ടറുടെ, കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ, ഉപദേശപ്രകാരമല്ലാതെ രോഗി സ്വയമേ തന്നെ ഡിസിഷൻ എടുക്കാണ് അല്ലെ? എന്താണ്, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്ന്. അതേപോലെ എന്താണ്, ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന്? ആ ഒരു അങ്ങനെ പോകുന്നത് മൂലം, ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് മൂലം അവർക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അല്ലെ, അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ എന്താണ്, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാം അല്ലെ? ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന അനന്തര ഫലങ്ങളെ കുറിച്ച് പേഷ്യൻസിനോട് വിശദീകരിച്ചു കൊടുക്കുക. കൂടാതെ എന്താണ്, ലാമ ഫോമിൽ നമ്മൾ ദാമ ഫോം എന്ന് പറഞ്ഞില്ലേ ആദ്യം തന്നെ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക്? അല്ലേ? ഓർമ്മയില്ലേ? ക്വസ്റ്റ്യന് കണ്ടോ? IMA ഫോം കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ? എന്താണ് ആരൊന്നും മിണ്ടാത്തെ? മറന്നോയോ? നീ പറയണത്? അപ്പൊ അങ്ങനെയുള്ള, അതേപോലെ തന്നെ ലാമ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കൊടുക്കുമ്പോഴും എന്ത് ചെയ്യണം? അവർ ഇങ്ങനെയുള്ള ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരോട് ആ ലാമ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും കൂടാതെ ലാമ ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുകയും വേണം. ചിലപ്പോൾ അവരെന്താണ്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് വരാലോ? ചിലപ്പോ അവർക്ക് മരണം തന്നെ സംഭവിക്കാം. അപ്പൊ അവര് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ് ആരെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്? ഹോസ്പിറ്റലുകാരെ ആയിരിക്കും അല്ലേ? ആണോ? ഡോക്ടറെയും ഹോസ്പിറ്റലിനെയും അല്ലെ? ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ എന്താണ്, അത് ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു പ്രകോപനങ്ങളും അങ്ങനെ ഒരു റെസ്പോൺസും നമ്മുടെ പേഷ്യൻസിന്റെ ഫാമിലിയിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു പേഷ്യന്റിനെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ കൊണ്ട് നമ്മുടെ എന്താണ്
ലാമ ഫോർമുല സൈൻ ചെയ്ത് വാങ്ങുക. നെക്സ്റ്റ് പറയുന്നത് എ പേഷ്യന്റ് ഹു ബിക്കേംസ് casualty take treatment and leave hospital with the CMO concerned and OP consultations are given prescription based on patient's condition. അല്ലെ, ഇപ്പൊ ചില സിറ്റുവേഷനിൽ നമ്മൾ നേരിട്ട് പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ, ആണോ? ഒബ്സർവേഷൻ ഒക്കെ വേണ്ടി കൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആക്കും അല്ലെ, 24 മണിക്കൂറൊക്കെ അല്ലേ? അപ്പൊ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് ആരെ സമ്മതത്തോടു കൂടിയായിരിക്കും? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ സമ്മതത്തോടു കൂടി ആയിരിക്കും അവരെ എന്താണ് ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് അവരെ പറഞ്ഞയക്കുന്നത്. കൂടാതെ അവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻ അല്ലെ, ഇപ്പൊ വന്നിരിക്കുന്ന പേഷ്യന്റിന് എന്താണ് ചില മരുന്നുകൾ കഴിക്കേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രിസ്ക്രിപ്ഷൻ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ എഴുതി കൊടുക്കുന്നത് ഒപിയിലെ ഡോക്ടർ ആയിരിക്കും. ഓക്കെ ആണോ? ഒരു പേഷ്യന്റ് നേരിട്ട് കാഷ്വാലിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെ, ആ കാഷ്വാലിറ്റിയിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയക്കുന്നത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ സമ്മതത്തോടു കൂടി ആയിരിക്കും. അപ്പൊ അവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ OP കൺസൾട്ടേഷൻ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. അല്ലെ, എന്താണ് എല്ലാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും എന്ത് വേണം? നിർബന്ധമായിട്ടും എന്താണ് നല്ല ഓർഗനൈസ്ഡ് രീതിയിലുള്ള അല്ലെ, സംഘടിതമായ അതായത് ക്രമമായ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് വേണം അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, തൃപ്തിയെ ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. നമ്മളാണെങ്കിൽ പറയാറുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും നൈറ്റ് ആവും, ഈവനിങ് ആവും എന്ന് പറയാറുണ്ടോ? അല്ലെ, ആണല്ലേ? അപ്പൊ ഡിസ്ചാർജ് പ്ലാനിങ് ശരിയായ രീതിയിൽ വേഗത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗം പൊക്കൂടെ ഹോസ്പിറ്റലിൽ നിന്ന്? അതിന് വേണ്ട പേപ്പർ വർക്ക്സുകള്, ബിൽസുകള്, സെറ്റിൽമെന്റുകൾ അല്ലേ? അപ്പൊ അതെന്താണ്? അങ്ങനെ ശരിയായ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയാണോ? നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വേഗത്തിൽ വീട്ടിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ആണല്ലേ? അപ്പൊ എന്താണ്? ഹോസ്പിറ്റലില് ശരിയായ രീതിയിലുള്ള ഓർഗനൈസ്ഡ് രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് നിർബന്ധമായിട്ടും കൊണ്ടുവരിക. ഇതെന്താണ്? ഹോസ്പിറ്റലിൽ ഉള്ള പേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഓക്കെ ആണോ? അത് പ്ലാനിങ് പ്ലാൻ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയർ, ഡിസ്ചാർജ് പ്രോസസ് ഫ്ലോ ചാർട്ട് അല്ലെ. എങ്ങനെയായിരിക്കും ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് മുതൽ അവരെ അഡ്മിറ്റ് ആക്കുന്നത് മുതൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതില് LAMA ചോദിക്കാം. LAMA എന്ന് പറഞ്ഞാൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. CMO ചോദിക്കാം, പിന്നെ അങ്ങനെയുള്ളതൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ 5th പോയിന്റ് ഇല്ലേ, മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി. 5th പോയിന്റ്, who shall be responsible person to ensure compliance with this policy like billing, duration to finish a discharge process etc. അതാണ് വാർഡ് സിസ്റ്റർ അല്ലേ. അപ്പൊ അത് മാർക്ക് ചെയ്യാം കേട്ടോ. വാർഡ് സിസ്റ്റർ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓതറൈസ്ഡ്, സെക്കൻഡ് പോയിന്റ്, ഒരു ഓതറൈസ്ഡ് ഹോസ്പിറ്റലില് ആരുടെ ഓർഡർ പ്രകാരമായിരിക്കും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത് പ്രൈമറി കൺസൾട്ടന്റിന്റെ അല്ലെ. അവരാരെയാണോ കൺസൾട്ടന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ, ഏത് ഡോക്ടറെയാണോ അവർ കൺസൾട്ടന്റ് ചെയ്തിരിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് കേട്ടോ.
അത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയത് ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? നമ്മുടെ അടുത്ത് ഡോക്ടർ എന്ത് പറയാണ്? കൺസൾട്ടേഷന് വരുമ്പോ അല്ലെ, നമ്മുടെ അടുത്ത് റൗണ്ട്സിന് വരുമ്പോ പറയല്ലേ, റൂംസിൽ അല്ലെങ്കിൽ വാർഡ്സിൽ റൗണ്ട്സിൽ വന്ന് നമ്മുടെ നമ്മളെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം പറയും ഇന്ന് ഡിസ്ചാർജ് ആകാം, ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ട് അല്ലെ, സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്ന് പറയും. ആണോ? എന്നിട്ട് എന്ത് ചെയ്യും? ഡോക്ടർ നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഓർഡർ ചെയ്തല്ലേ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ, എന്താണ് പേഷ്യൻസിനെ ഇന്ന ദിവസം അല്ലെ, ഇന്ന് എത്രാം തീയതിയാണ്? 30-ാം തീയതി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ, ആ ഒരു സമയം എഴുതി വെക്കും. എന്നിട്ട് എന്താണ് അതിന് ശേഷം എന്താ ചെയ്യുന്നത്? ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമുക്ക് എന്താണ് ഈ പേഷ്യൻസിനെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും സേവനങ്ങൾ ലഭിച്ചിട്ടില്ലേ? ചിലപ്പോ ലാബുകളിൽ നിന്ന് അല്ലെ, സ്കാനിങ് സെക്ഷനിൽ നിന്ന്, ഫാർമസിയിൽ നിന്ന് അല്ലെ, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നഴ്സുമാരുടെ കെയർസ് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന ബെഡ് നമ്പറിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ന റൂം നമ്പറിൽ കിടക്കുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആ വിവരം ഇൻഫോമിങ് അതർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ് അല്ലെ. എന്താണ്? നമ്മൾ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മരുന്നുകൾ എഴുതി തരും അല്ലെ. ഡിസ്ചാർജിന്റെ സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അവര് എന്താണ് ഡോക്ടേഴ്സ് ആ മരുന്നുകൾ എഴുതി തരുന്നത്. പിന്നെ നമ്മൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ആ മരുന്നുകൾ പിന്നെ കണ്ടിന്യൂ ചെയ്യണോ? അതിലും ഡോസ് കുറഞ്ഞിട്ടുള്ള അല്ലെ അതർ മെഡിസിൻ ആയിരിക്കും ഡോക്ടേഴ്സ് എഴുതുന്നത് അല്ലെ. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയില്ലേ, നോർമൽ ആയപ്പോഴല്ലേ ഡിസ്ചാർജ് ചെയ്യുന്നത്, ആണോ? അപ്പൊ ആ ഒരു അഡ്മിഷന്റെ സമയത്ത് നമുക്ക് തന്ന മരുന്നുകളിൽ ചിലപ്പോ ബാലൻസ് വരാലോ, കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് വരാം അല്ലെ. അപ്പൊ ആ മരുന്ന് എന്ത് ചെയ്യാം? നമുക്ക് റിട്ടേൺ ചെയ്യാം. ഫാർമസിയിലേക്ക് കൊടുത്താൽ നമുക്ക് റീഫണ്ട് ചെയ്യുമല്ലോ, റിട്ടേൺ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? റിട്ടേണിംഗ് ഓഫ് പേഷ്യൻസ് മെഡിക്കേഷൻസ്, അഡ്മിഷൻ സമയത്ത് പേഷ്യൻസിനെ എഴുതി കൊടുത്തിരിക്കുന്ന മരുന്നുകളിൽ ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാർമസിയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ആൻഡ് ഓഫ് ബിൽസ് അല്ലെ, പേഷ്യൻസിന്റെ ബിൽസുകൾ അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഈ പേഷ്യൻസിന്റെ ബില്ലുകൾ പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ പ്രിപ്പയറിംഗ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്, പേഷ്യൻസിന്റെ ബില്ലുകൾ തയ്യാറാക്കുകയും അത് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ് അല്ലെ, ക്യാഷ് ഓർ ഇൻഷുറൻസ്. നമ്മുടെ അടുത്ത സിസ്റ്റർ വന്ന് ചോദിക്കാറുണ്ട് അല്ലെ, വാർഡ് സിസ്റ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ആണോ, ഇൻഷുറൻസ് ആണോ, ക്ലെയിം ആണോ എന്നൊക്കെ വന്ന് ചോദിക്കാറില്ലേ? അപ്പൊ എന്താണ്? ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, പേഷ്യൻസിന്റെ ക്യാഷിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് അല്ലെ, ഇൻഷുറൻസ് ആണോ അതല്ല പണമായിട്ട് തന്നെയാണോ അവര് ബില്ല് സെറ്റിൽ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് വെരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ഇഫ് എനി. എന്താണ്? ഇവര് ഇൻഷുറൻസ് ആണെങ്കിൽ അല്ലെ, നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഇൻഷുറൻസ് ആണെങ്കിൽ ആ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ദാതാക്കളുമായി, അതാരാണോ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെട്ട് അത് ഉറപ്പുവരുത്തുന്നു അല്ലെ. ഓക്കെ ആണോ? എന്താണ്? ആ ഒരു ഇൻഷുറൻസ് ഏജൻസിനെ വിളിച്ച് ചോദിക്കും അല്ലെ, ഈ പേഷ്യൻസിന് ഇത്ര നിങ്ങളുടെ ഇൻഷുറൻസ് നമ്പർ ഇത്ര ഇന്ന പേഷ്യൻസിന് ഇത്ര രൂപ വരെ ഇത്ര രൂപ എന്താണ് ഹോസ്പിറ്റലിലെ ബില്ലായിട്ടുണ്ട് അല്ലെ, നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ അത് ഉറപ്പുവരുത്തണ്ടേ. ഇപ്പൊ സർജറി ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ് ഒരുപാട് എമൗണ്ട് ആവും അല്ലെ. അപ്പൊ അത് ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി എന്താണ്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ദാതാക്കൾ ആരാണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ച് ഉറപ്പിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇൻഫോം വാട്ട്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. ഇപ്പൊ പേയ്മെന്റ് ആയി, ബില്ലൊക്കെ പ്രോസസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ബില്ലൊക്കെ തയ്യാറായി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മുടെ വാർഡിലെ സിസ്റ്ററിനോട് പറഞ്ഞിട്ട് പേഷ്യൻസിനെ അറിയിക്കണം അല്ലെ.
ബില്ല് ശരിയായിട്ടുണ്ട്, വന്ന് പേ ചെയ്യാനായിട്ട് അറിയിക്കണ്ടേ. അപ്പൊ ഇൻഫോം വാസ് ടു പേ ദ ബിൽ ബൈ പേഷ്യൻസ്. എന്താണ്? പേഷ്യന്റിന്റെ ബില്ല് ശരിയായിട്ടുണ്ട്, വന്ന് പേ ചെയ്യാനായിട്ട് വാർഡിലേക്ക് അതല്ലെങ്കിൽ അവരുടെ റൂമിലാണെങ്കിൽ ആ റൂമിലേക്ക് വിവരം അറിയിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ബില്ലൊക്കെ ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ബില്ല് സെറ്റിൽ ചെയ്യും അല്ലെ, ബില്ല് അടയ്ക്കും. സെറ്റിൽമെന്റ് ഓഫ് ദി ബിൽ, ബില്ല് സെറ്റിൽമെന്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ് അല്ലെ. ബില്ലുകൾ സെറ്റിൽ ചെയ്തതിന് ശേഷം എന്താണ്? നമ്മൾ മരുന്നുകൾ വാങ്ങിക്കും അല്ലെ. ഡിസ്ചാർജിന്റെ സമയത്ത് നമുക്ക് ഡോക്ടർ ഏതൊക്കെ മരുന്നുകളാണോ എഴുതി തന്നിരിക്കുന്നത് ആ മരുന്നുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വാർഡിൽ നിന്ന് ചിലപ്പോ വാർഡിലേക്ക് തന്നെ എത്തിച്ചു തരും അല്ലെ. റൂമിലാണോ അല്ലെങ്കിൽ വാർഡിലാണെങ്കിൽ അവിടേക്ക് തന്നെ നമുക്ക് എത്തിച്ചു തരാറുണ്ട് ചില ഹോസ്പിറ്റലില്. അപ്പൊ നമ്മുടെ മരുന്നുകള് നമ്മ കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? എക്സ്പ്ലെയിനിങ് മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി അല്ലെ. ആ നമുക്ക് തരുന്ന ആ മരുന്നുകളെ എപ്പോഴൊക്കെ കഴിക്കണം അല്ലെ, ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത്, എത്ര അളവിലാണ് കഴിക്കേണ്ടത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് വിശദീകരിച്ചു തരികയും നമുക്ക് ഡിസ്ചാർജ് സമ്മറി തരും അല്ലെ. നമ്മ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തരാറുണ്ടെന്ന്? ഡിസ്ചാർജ് സമ്മറി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. അത് അപ്പൊ എന്ത് ചെയ്യാണ്? ബില്ലുകളൊക്കെ സെറ്റിൽമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ്? മെഡിക്കേഷൻസ് തരും. മെഡിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് വിശദീകരിച്ചതിന് ശേഷം വിശദീകരിക്കുകയും നമുക്ക് നമ്മുടെ ഡിസ്ചാർജ് സമ്മറി തരികയും ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ചില പേഷ്യൻസിന് വീട്ടിലേക്ക് പോകാനായിട്ട് ആംബുലൻസ് സർവീസ് അങ്ങനെയുള്ളതൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഗതാഗത സൗകര്യം, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമെങ്കിൽ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം ഹിസ്. നമ്മുടെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസിന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വേണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വേണോ അവരുടെ വിവരങ്ങള്? വേണ്ട അല്ലെ. അവരെ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞയച്ചു അല്ലെ. ഇനി അവര് കൺസൾട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഒപ്പിയില് മതി അല്ലെ. അപ്പൊ എന്താണ്? ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജ് ആൻഡ് റിമൂവ് പേഷ്യന്റ് ഫ്രം ഹിസ്. എന്താണ്? പേഷ്യൻസിന്റെ ആവശ്യമായിട്ടുള്ള ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഡോക്യുമെന്റേഷനിൽ രേഖപ്പെടുത്തുകയും എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവരെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഫ്ലോ ചാർട്ട് ഇനി പറയണ്ടല്ലോ, സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ഡിസ്ചാർജ് സമ്മറി. നമ്മ പറഞ്ഞു എന്താണ് ഡിസ്ചാർജ് സമ്മറി? A discharge summary is a clinical report prepared by a health professional at the conclusion of hospital stay. Discharge summary എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ക്ലിനിക്കൽ റിപ്പോർട്ടാണ്. ആരാണത് തയ്യാറാക്കുന്നത്? ഹെൽത്ത് പ്രൊഫഷണൽ ആയിരിക്കും അല്ലെ. ഡോക്ടേഴ്സ് ആയിരിക്കുമല്ലോ. ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം നഴ്സുമാരായിരിക്കും അത് എഴുതി കൊടുക്കുന്നത്. കൺസൾട്ടന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അത് തയ്യാറാക്കുന്നത് അല്ലെ. എല്ലാ വിവരങ്ങളും നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നഴ്സ് അത് എഴുതുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ അല്ലെ. ഹോസ്പിറ്റലില് അവർ താമസിച്ചതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടല്ലേ നമ്മൾ ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത് അല്ലെ. ഉപസംഹാരമായിട്ട് അല്ലെ, കൺക്ലൂഷൻ ആയിട്ട് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, അവർക്ക് എന്ത് രോഗമാണ് നമ്മൾ നിർണയിച്ചത് അല്ലെ, അവരുടെ ഡയഗ്നോസിസ് എന്താണ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്നില്ലേ. റീസൺ ഫോർ അഡ്മിഷൻ അല്ലെ. അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ സ്റ്റേയില്
ഹോസ്പിറ്റൽ ആ ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി. ഇറ്റ് ഈസ് ഓഫൻ ദ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ കെയർ ടീം ആൻഡ് ആഫ്റ്റർ കെയർ ടീംസ് കെയർ പ്രൊവൈഡേഴ്സ്. എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്, അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാണ്, നമുക്ക് വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടോ അതല്ലാണ്ട് നമ്മൾ വീണ്ടും എന്തെങ്കിലും ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ നമുക്ക് പ്രസന്റ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സിന് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ, ആശയവിനിമയമല്ലേ അല്ലെ? ഇപ്പൊ നമ്മൾ ആഫ്റ്റർ ഈ സമ്മറി കാണിക്കണം അല്ലെ. ആ സമ്മറി കാണിച്ചു കഴിഞ്ഞാല് ആ സമ്മറിയിൽ നിന്ന് തന്നെ ആഫ്റ്റർ കെയർ തരും. ഇപ്പൊ നമ്മൾ ആഫ്റ്ററിലാണ് ആദ്യം കണ്ടത്. നെക്സ്റ്റ് കാണുന്നത് ലിസി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് അങ്ങനെയുള്ള മെഡിക്കൽ ട്രസ്റ്റിലാണെങ്കിൽ ഈ ലിസി ഹോസ്പിറ്റലുകാരെ മെഡിക്കൽ ട്രസ്റ്റുകാരോട് എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അല്ലെ ഈ ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ അല്ലെ അല്ലെ? ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇവർക്ക് ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ, അവരെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയായിരുന്നു അല്ലെ, ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാമല്ലോ ഡിസ്ചാർജ് സമ്മറിയില്. അവർക്ക് ആദ്യം അഡ്മിഷൻ കൊടുത്ത ആ ഒരു കെയർ പ്രൊവൈഡർ ടീമും ആഫ്റ്റർ കെയർ പിന്നീട് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകാരും തമ്മിലുള്ള ഒരു പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി. ഓക്കെ അല്ലേ? അപ്പൊ അവര് അതനുസരിച്ചായിരിക്കും പിന്നീട് ആ പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടത് അല്ലെ. അവർക്ക് പിന്നെ ആ ഒരു പേഷ്യന്റിനെ ആദ്യമേ മുതൽ എക്സാമിൻ ചെയ്യണോ? ആദ്യമേ മുതൽ എക്സാമിൻ ചെയ്ത് അവര് രോഗനിർണയമൊക്കെ നടത്തണോ? വേണ്ട അല്ലേ? വേണ്ട അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ഡിസ്ചാർജ് സമ്മറിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നു? The discharge summary shall include the reason for admission. അല്ലെ, എന്തുകൊണ്ടാണ് ആ ഒരു പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ആക്കിയത്, അതിന്റെ കാരണം, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് അല്ലെ, അവർ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഹോസ്പിറ്റലുകാര് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ, രോഗനിർണയം, പിന്നെന്താണ് ഡയഗ്നോസിസ് ആൻഡ് പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ് അല്ലെ, അവരെന്താണ് ആ രോഗിക്ക് രോഗനിർണയം നടത്തിയത്, കൂടാതെ എന്താണ് ആ ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ദ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സ്, ലബോറട്ടറി റിസൾട്ട് അല്ലെ, ഈ ഒരു പേഷ്യന്റിനെ കുറിച്ച് ഇവര് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിസൾട്ടുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡിസ്ചാർജ് സമ്മറി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. നമുക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അല്ലെ, കയ്യിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ വിവരങ്ങളും അല്ലെ, നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മരുന്നുകൾ തന്നിട്ടുണ്ട്, എല്ലാം ഉൾപ്പെടുത്തില്ലേ? നെക്സ്റ്റ് അപ്പൊ നോക്കിയേ, ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് അല്ലെ, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലബോറട്ടറി റിസൾട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നോക്കിയേ, ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയർ ഡൺ അല്ലെ, എന്താണ് അവർക്ക് എന്തൊക്കെ മരുന്നുകൾ നൽകിയിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, ലാറിംഗോസ്കോപ്പി, കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി അല്ലെ, അല്ലെങ്കിൽ എന്താണ് ആൻജിയോഗ്രാം പോലെയുള്ള പ്രൊസീജിയേഴ്സ് അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫോളോ അപ്പ് അഡ്വൈസുകൾ അല്ലെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ അല്ലെ, അവർക്ക് കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച്, മെഡിക്കേഷൻസിനെ കുറിച്ച് അതർ ഇൻസ്ട്രക്ഷൻസ് അല്ലെ, അവർക്ക് എന്തെങ്കിലും ഡയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ എൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ അല്ലെ, അവർക്ക് എന്തെങ്കിലും പ്രത്യേക സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട അർജന്റ് കെയർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഈ നമ്മുടെ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളുകൾക്കൊക്കെ ഗുളിക നാക്കിന്റെ അടിയിലിടും, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവരിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള, അപ്പൊ അതെന്താണ്, അവർക്ക് ആ ഒരു അർജന്റ് കെയർ വരുമ്പോൾ അവർ ആ ഒരു ഗുളിക മെഡിസിൻ അവര് നാക്കിന്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊന്ന് ഓക്കെ ആവും അല്ലെ, അവര് ഫൈൻ ആവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അർജന്റ് കെയർ, അവർക്ക് അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട അർജന്റ് കെയർ എന്താണ് എന്ന് ആ ഒരു നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെല്ലാം? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. നെക്സ്റ്റ് വായിച്ചു നോക്കണോ? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാലോ? നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിസ് പറയാണ്, വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. മിസ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രിന്റ് ഉണ്ടോ കയ്യില്? ബുക്കില്ലേ? ടെക്സ്റ്റില്ലേ? സിമ്പിൾ ആണ്, പക്ഷെ വലിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. സിമ്പിൾ ആണ്, പക്ഷെ ഒരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിന്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്ട്സുകളാകാം, ഗുഡ്സുകളാകാം, സർവീസുകളാകാം അല്ലെ, സാധനങ്ങള് അല്ലെ. അപ്പൊ എന്താണ്, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ, എക്യുപ്മെന്റ്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. പേഷ്യന്റ് കെയറിന് കൊടുക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സുകളും സർവീസുകളും, ക്ലോത്ത് ഉണ്ട്, ബെഡ്സ് ഉണ്ട്, സർജിക്കൽ ടേബിൾ ഉണ്ട്, വെന്റിലേറ്റേഴ്സ് ഉണ്ട് അല്ലെ, സ്റ്റെതസ്കോപ്പ്, ബാൻഡേജസ്, കെമിക്കൽസ്, ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, ഫാർമസിയിലുള്ള മരുന്നുകള് അല്ലെ, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകള്, തെർമോമീറ്റേഴ്സ് അല്ലെ, സ്റ്റെറിലൈസേഴ്സ്, മെഡിസിൻ അല്ലെ, ഇതൊക്കെ മെറ്റീരിയൽ ആണ് അല്ലെ. ഈ ഒരു മെറ്റീരിയൽസ്, ക്യാനൽസ്, സാനിറ്റേഷൻ ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ അല്ലെ, സാനിറ്റേഷൻ മെഷീൻസ് അല്ലെ. അപ്പൊ നോക്കിയേ, ഈ ഉള്ള മെറ്റീരിയൽസ് നമുക്ക് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലേക്കും കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കണ്ടേ? മെഡിസിനുകളായാലും ബെഡ്സിന്റെ അല്ലെ വേണം. അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വരുത്താൻ പാടുണ്ടോ? എത്തിച്ചു കൊടുക്കുന്ന ക്വാണ്ടിറ്റിയില എന്തെങ്കിലും വ്യത്യാസങ്ങൾ പാടുണ്ടോ? പാടില്ല അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിൽ എത്തിച്ചു കൊടുക്കണം അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എത്തിച്ചു കൊടുക്കണ്ടേ? പിന്നെ എന്താണ്, അവർക്ക് വീണ്ടും അല്ലെ
വീണ്ടും അവർക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ ഒരു നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതല്ലെങ്കിൽ അവർക്കുള്ള ബാൻഡേജുകൾ, അല്ലെങ്കിൽ അവർക്കുള്ള സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാല് അത് തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ? അതേപോലെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ഡ്രഗ്സുകൾ ആ ഒരു കറക്റ്റ് റീഫിൽ ചെയ്ത് കൊടുക്കണം അല്ലെ? കറക്റ്റ് ആ ഒരു അളവിൽ നിലനിർത്തണം എന്ന് പറയാറുണ്ട് അല്ലെ? ആ പോയിന്റ് ഓഫ് യൂസിൽ വേണ്ടേ? പിന്നെന്താണ്, അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള അളവില് ആ ഒരു മെറ്റീരിയൽസ് നിലനിർത്തണം അല്ലെ? ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ? ഉറപ്പുവരുത്തണം. കൂടാതെ കൃത്യത വേണം അല്ലേ? നെക്സ്റ്റ് പിന്നെ നോക്കിയേ, അവിടെ ഒരുപാട് സാധനങ്ങള് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അതെന്തെയും മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെ? വേസ്റ്റേജ് ആയി പോകാം അല്ലെ? വേസ്റ്റ് ആയി പോവാം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അല്ലെ? എന്താണ് കൂടുതലൊന്നും ബാലൻസ് ആവാതെ അല്ലെ മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. പിന്നെന്താണ് ഉചിതമായ രീതിയിൽ ശരിയായ രീതിയിൽ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? സംഭരിച്ചു വെക്കണ്ടേ? അവിടെ എവിടെയും കൊണ്ടുവന്നിടാൻ പാടുണ്ടോ? ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യണം അല്ലെ? സ്റ്റോറേജ് ചെയ്യണം. പിന്നെന്താണ് ആവശ്യമുള്ളപ്പോഴെല്ലാം അല്ലെ അവരെ ആ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ ആ പോയിന്റ് ഓഫ് യൂസിൽ അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? റീസ്റ്റോക്ക് ചെയ്യണം അല്ലെ? കൂടാതെ എന്താണ് കിട്ടുന്ന മെറ്റീരിയൽസ് ഫലപ്രദവും കാര്യക്ഷമമായിട്ട് യൂസ് ചെയ്യണം അല്ലെ? വെറുതെ വെക്കാൻ പാടുണ്ടോ? അത് അവർക്ക് ആവശ്യമായ കാര്യക്ഷമവും ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം അല്ലെ? ഇതൊക്കെയാണ് എന്ത് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഇൻട്രൊഡക്ഷൻ നോക്കാം. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാലോ. ഫസ്റ്റ് നോക്കിയേ, as far as any enterprises materials management, as far as any enterprise is concerned, materials are a major cost factor right? ഒരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഘടകം എന്താണ്? മെറ്റീരിയൽസ് അല്ലെ? സാധനങ്ങൾ സ്റ്റോർ ചെയ്യുക അല്ലെ? അത് നിലനിർത്തുക, അത് അവർ പർച്ചേസ് ചെയ്യുക അല്ലെ? ആണോ? ആണ് അല്ലെ? ഒരു വ്യവസായ സ്ഥാപനത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആശങ്ക, കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസ് ആണ് അല്ലെ? അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഘടകം എന്ന് പറയുന്നത്. About 40% of the budgetary allocation is on procurement and management of stores in healthcare institution. ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ബഡ്ജറ്റിന്റെ ഒരു 40% അവർ അലോക്കേറ്റ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റീരിയൽസ് സംഭരിക്കുന്നതിനും അത് മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെയാണോ? ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ലബോറട്ടറീസ് ആയിക്കോട്ടെ, ഡയാലിസിസ് സെന്റേഴ്സ് ആയിക്കോട്ടെ, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനില് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ബഡ്ജറ്റിന്റെ 40% അവർ വിനിയോഗിക്കുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ലഭ്യമാക്കാനും അത് മാനേജ് ചെയ്യുന്നതിനുമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ് എക്യുപ്മെന്റ്. നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസ് എന്താണെന്ന് പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ്? എക്യുപ്മെന്റുകളാകാം, അപ്പാരറ്റസ് യന്ത്രങ്ങളാകാം അല്ലെ? ആൻഡ് സപ്ലൈസ് അക്വയർഡ് അല്ലെ? നമുക്ക് സപ്ലൈസ് നമുക്ക് ലഭിച്ചിട്ടുള്ള, നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള സാധനങ്ങളാകാം, സ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാകാം. ആൻഡ് യൂട്ടിലൈസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ അല്ലെ? ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്
ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാകാം അല്ലെ, അവരുടെ മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളതും അല്ലെ, നമ്മ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, നമ്മ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങൾ മെറ്റീരിയൽസ് അല്ലേ, സ്റ്റോറില് സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് അല്ലേ ആണ്. നമ്മ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചതുമായ സാധനങ്ങൾ മെറ്റീരിയൽസ് അല്ലേ ആണ് അല്ലേ. പിന്നെന്താണ്, നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സുകള്, യന്ത്രങ്ങള് ഒക്കെ മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ എന്താണ്, മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ്, മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഉപകരണങ്ങള്, യന്ത്രങ്ങള്, നമ്മ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, നമ്മ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്, നമ്മ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓൾസോ ബി ഇന്റർചേഞ്ചബിൾ ഡിഫൈൻഡ് ആസ് സ്റ്റോഴ്സ് മാനേജ്മെന്റ്. നമ്മ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ നമുക്ക് എന്തുകൂടി പറയാമെന്ന്, സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്ന് കൂടി പറയാം. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, മാർക്ക് ചെയ്യാം. ഹൗസ്ലി എന്ന് പറയുന്ന ആള് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഹൗസ്ലി ഹാസ് ഡിഫൈൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് the supervision and control of goods, services and equipment from acquisition to disposing. എന്താണ്, നമുക്ക് കൈവശപ്പെടുത്തിയിട്ടുള്ള, അക്വിസിഷൻ ചെയ്തിട്ടുള്ള അല്ലെ, നമ്മ കൈവശപ്പെടുത്തിയിട്ടുള്ള ഗുഡ്സുകളുടെ, സർവീസുകളുടെ, എക്യുപ്മെന്റുകളുടെ എന്താണ് വിനിയോഗത്തിന്റെ സൂപ്പർവിഷനും മേൽനോട്ടവും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മ പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെ, നമ്മ വാങ്ങിയിട്ടുള്ള സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ അല്ലെ, നമ്മ വാങ്ങിയിട്ടുള്ള, നമ്മ പർച്ചേസ് ചെയ്തിട്ടുള്ള, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, നമ്മ വാങ്ങിയിട്ടുള്ള, അക്വിസിഷൻ ചെയ്തിട്ടുള്ള അല്ലെ, നമ്മ കരസ്ഥമാക്കിയിട്ടുള്ള, കൈവശപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളുടെ, ഗുഡ്സുകളാവാം, സർവീസുകളാകാം, ഉപകരണങ്ങളാകാം അല്ലെ, അത് നമ്മ വിനിയോഗിക്കുന്നതിന്റെ മേൽനോട്ടവും നിയന്ത്രണവുമാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ്, managing of material is managing of materials to give the right quality of material at the right time, at the right place, at the low cost means materials management അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മാനേജിങ് മെറ്റീരിയൽസ് അല്ലെ. മെറ്റീരിയൽസ് നമ്മ എങ്ങനെ മാനേജ് ചെയ്യണം, is give to right quality അല്ലെ, ശരിയായ ഗുണനിലവാരത്തില്, ശരിയായ സമയത്ത് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കണ്ടേ, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, മിനിമം കോസ്റ്റിന് അല്ലെ, റൈറ്റ് പ്ലേസില്, മിനിമം കോസ്റ്റിന്, ലോ കോസ്റ്റിന് ലഭ്യമാക്കുക എന്നുള്ളതാണ്, കൊടുക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അടയാളപ്പെടുത്താട്ടാ. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാളിറ്റി ഉണ്ട്, ശരിയായ ഗുണനിലവാരത്തില്, ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ലോ കോസ്റ്റിന്, കുറഞ്ഞ ചിലവില് എത്തിക്കുക, ലഭ്യമാക്കുക എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അടയാളപ്പെടുത്താട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്, സുപ്രധാന റിസോഴ്സുകളാണ് അല്ലെ, വിഭവങ്ങളല്ലേ. ഒരു ഹോസ്പിറ്റലില് അവിടുത്തെ മെറ്റീരിയൽസ്, മെഡിസിനുകൾ ഇല്ലാതെ, എക്യുപ്മെന്റ്സുകൾ ഇല്ലാതെ, അപ്പാരറ്റസ് ഇല്ലാതെ അവിടുത്തെ പ്രവർത്തനം നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, മെറ്റീരിയൽസ് ആർ എ വൈറ്റൽ റിസോഴ്സസ് ഓഫ് വാല്യൂ യൂട്ടിലിറ്റി. അതിന്റെ മൂല്യത്തിന്റെ കാര്യത്തിലും അതിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിലും ഹോസ്പിറ്റലിൽ എന്താണ്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായിട്ടുള്ള വിഭവങ്ങളാണ്, റിസോഴ്സുകളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഈസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. എന്താണ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പിന്തുണയ്ക്കുന്ന വകുപ്പാണ് അല്ലെ. അല്ലെ, നമുക്കറിയാം മെറ്റീരിയൽസ് ഇല്ലാതെ, ഗുഡ്സുകൾ ഇല്ലാതെ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്
മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എയിം ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം മിസ് പറഞ്ഞു, ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ലക്ഷ്യം പറഞ്ഞു എന്താണ്? The objective of material management in a hospital is to make sure that there is ample stock of required items for continuous supply. അല്ലെ, എന്താണ് നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ ഉറപ്പുവരുത്തുക. എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? There is ample stock of required items of continuous supply. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരുടെ ആവശ്യത്തിന് എന്താണ്? ആംബിൾ സ്റ്റോക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് പറയുമ്പോ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണ്ടേ? ലിനൻസ് ആയിക്കോട്ടെ, മെഡിസിനുകൾ ആയിക്കോട്ടെ, കോട്ടൺസ് ആയിക്കോട്ടെ അല്ലെ. അപ്പൊ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ ഏരിയാസിലേക്കും അവരുടെ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള വിതരണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെയാണ് കേട്ടോ അത്. രണ്ടാമത് പറയുന്നത് എന്താണ്? ടു കീപ് എവേ ഫ്രം സർപ്ലസ് അല്ലെ, മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. എന്താന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വേസ്റ്റ് വരില്ലേ, ഒരുപാട് കൂടുതലായിട്ടൊക്കെ നമ്മൾ കൊടുക്കില്ലേ? കൂടുതലില്ലാതെ അല്ലെ, മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട് അല്ലെ. ഉണ്ടോ? എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് നാളത്തേക്ക് കൂടുതൽ ബൾക്കായിട്ട് നമ്മൾ അത് ഓർഡർ ചെയ്തിട്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോ അത് നഷ്ടപ്പെട്ടു പോവാം അല്ലെ, ഡേറ്റ് കഴിയാം, അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാം അല്ലേ. അതല്ലെങ്കിൽ എന്താണ്? നമ്മളാണെങ്കിലും എന്താണ്? ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ വെറുതെ അനാവശ്യമായിട്ട് ഒരുപാട് യൂസ് ചെയ്യില്ലേ. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ? കുറെ സാധനങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ? ആവശ്യമില്ലെങ്കിലും ഒരുപാട് ഉപയോഗിച്ച് വേസ്റ്റ് ആക്കി കളയില്ലേ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താണ്? ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം നിലനിർത്തുക. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഹാവ് അപ്രോപ്രിയേറ്റഡ് സ്റ്റോറേജ് അല്ലെ, ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ ഫാർമസി പഠിച്ചു അല്ലെ. നർക്കോട്ടിക് ഡ്രഗ്സുകള്, നമ്മുടെ എന്താണ് ഇൻഫ്ലമേഷൻ ഡ്രഗ്സുകള്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ, അതൊക്കെ എന്താണ്? ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ രീതിയിലാണ് അല്ലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആണോ? ആണ്. അതേപോലെ എന്താണ്? നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സുകളും എന്തൊക്കെയാണ് മെറ്റീരിയൽസും അതിന്റെ ഓർഡറിലായിരിക്കണം അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. കെമിക്കൽസ് വേറെ ആയിരിക്കണം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അല്ലെ. കെമിക്കൽസ് വേറെ ആയിരിക്കാം, മെഡിസിൻസ് വേറെ ആയിരിക്കണം. ബെഡ്ഷീറ്റുകൾ നമ്മൾ ലിനൻസ് ഒക്കെ വാങ്ങിക്കും അല്ലെ, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ലിനൻസ് ഒക്കെ വാങ്ങിക്കുമല്ലോ. അപ്പൊ ലിനൻസ് ഒക്കെ വേറെ ആയിരിക്കണം അല്ലെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇതൊക്കെ കൂടെ ഒരുമിച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റോ? ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റോ? ലിനൻസ്, കെമിക്കൽസ്, മെഡിസിനുകൾ, യൂട്ടൻസിൽസ് ഇല്ല അല്ലെ. അപ്പൊ ഓരോന്നിനും ഉചിതമായിട്ടുള്ള രീതിയിൽ, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ്, ഈസി retrievability distribution, the point of use whenever needed. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവരുടെ പോയിന്റ് ഓഫ് യൂസിന് ആവശ്യമായിട്ടുള്ള അളവിൽ അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുക അല്ലെ, റിട്രീവ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും മരുന്നുകൾ നമുക്കറിയാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എമർജൻസി ഡ്രഗുകൾ എത്ര സ്റ്റോക്ക് വേണമെന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റോക്ക് കുറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എത്തിച്ചു കൊടുക്കണോ? ആ ഒരു സ്റ്റോക്ക് കുറഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എമർജൻസി ഡ്രഗ്സുകൾ എത്തിച്ചു കൊടുക്കണം അല്ലേ. അപ്പൊ എന്താണ്? അവരെ ആ ഒരു പോയിന്റ് വെരി നീഡഡ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ആ പോയിന്റ് ഓഫ് യൂസേജ് യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവില് അവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ വീണ്ടെടുത്ത് കൊടുക്കുക. ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ സെക്ഷനിലേക്കും ലഭിച്ചിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഫലപ്രദവും കാര്യക്ഷമവുമായി ഉപയോഗിക്കുക. എന്താണ്? ഒന്നും
നഷ്ടപ്പെടുത്താതെ അല്ലെ, ഒന്നും വേസ്റ്റേജ് ഒന്നും വരാതെ ശരിയായ രീതിയിൽ അവർ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെയാണോ? ഫസ്റ്റ് പറയുന്നത് എന്താണ്? തുടർച്ചയായ വിതരണത്തിന് ആവശ്യമായ ഇനങ്ങളുടെ മതിയായ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് വരുന്നത് എന്താണ്? മിച്ചത്തിൽ നിന്ന് അകറ്റി നിർത്തുക അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം അവർ സ്റ്റോക്ക് ചെയ്യുക. മൂന്നാമത്തെ പറയുന്നത് എന്താണ്? ഉചിതമായ രീതിയിൽ ഓരോന്നിനും അനുയോജിതമായിട്ടുള്ള രീതികളിൽ ഗുഡ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക, സംഭരിക്കുക. നാലാമത് പറയുന്നത് എന്താണ്? ഓരോ സ്ഥലത്തേക്കും ആവശ്യമായിട്ടുള്ള അവർക്ക് നീഡായിട്ടുള്ള പോയിന്റ് ഓഫ് യൂസേജിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മെറ്റീരിയൽസ് അവർക്ക് വീണ്ടെടുത്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഓരോ സെക്ഷനിലേക്കും ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ അവരെ കാര്യക്ഷമവും ഫലപ്രദവുമായി ഉപയോഗിക്കുക. ഓക്കെയാണോ? അവരുടെ നീഡ് അനുസരിച്ച്, അവരെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കുക. ഓക്കെയാണോ? എയിം ചോദിക്കാം കേട്ടോ, എയിം ചോദിക്കാം. മേജർ ഒബ്ജക്റ്റീവ്സ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മേജർ ആയിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്തു, ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരുപാട് വേസ്റ്റ് ആയി കഴിഞ്ഞാല് നമുക്ക്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് സ്റ്റോക്ക് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും? നമ്മൾ ചിലപ്പോ ഒരുപാട് പ്രൈസിന് വാങ്ങിക്കേണ്ടി വരും അല്ലേ? ഷോർട്ടേജ് കോസ്റ്റ് ഒരുപാട് ആവുമല്ലോ, ആണോ? ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് ഒരുപാട് വരും അല്ലേ? ഒരു സാധനം, ഒരു ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള സാധനം അവിടെ സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് തീർന്നു പോയിട്ട് അവർക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അത് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവർ എന്ത് ചെയ്യണം? ഡബിൾ ചാർജ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും അല്ലെ, പെട്ടെന്ന് ലഭ്യമാകാൻ. ആണോ? ആണ് അല്ലെ? അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്താണ്? നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ശരിയായ അളവില് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഷോർട്ടേജ് വരുന്നുണ്ടോ? നമ്മുടെ അടുത്ത് ഒരുപാട് വേസ്റ്റ് ആയി പോകുന്നുണ്ടോ? ഇൻവെന്ററി കൺട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഷോർട്ടേജ് വരുമോ? ഇൻവെന്ററി കൺട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഷോർട്ടേജ് വരുമോ? ഇല്ല. നമ്മുടെ അടുത്ത് ഒരുപാട് വന്ന് വേസ്റ്റ് ആയി പോകുമോ? ഒരുപാട് സ്റ്റോക്ക് വന്ന് വേസ്റ്റ് ആയി പോവോ? ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ എന്താണ്? മേജർ ഒബ്ജക്റ്റീവ്സിലും ഫസ്റ്റ് എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ലാഭം വർദ്ധിപ്പിക്കുക, മാക്സിമൈസ് ചെയ്യുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് അല്ലെ, അവർക്ക് വരുന്ന ചെലവ് കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? കൈവരിക്കുക അല്ലെ, ചേഞ്ച് ചെയ്യുക. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ ലൈഫ് സേവ് ചെയ്യുക അല്ലെ, ഗുഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഗുഡ് കെയർ കൊടുക്കുക. ആണോ? ആണ്. അപ്പൊ അവർക്ക് അതിനെന്ത് വേണം? മെറ്റീരിയൽസ് വേണോ? അപ്പൊ അതൊക്കെയാണ് എന്ത്? നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വരൂട്ടോ അതൊക്കെ. ലാമ, LAMA, ലാമ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് വാർഡ് സിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണോ ഡിസ്ചാർജ് പ്രോസസ് തന്നെ? ഓക്കെ, എന്ത് പറ്റി? ക്ലാസ് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. മിസ് ഒരു 2 മിനിറ്റ് മുമ്പ് നിർത്താം. അപ്പൊ നോക്കാം കേട്ടോ, നമുക്ക് ഡിസ്ചാർജ് പ്രോസസ് എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്. സമ്മർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ,
ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എടുത്തോട്ടെ മിസ് ഇത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് അല്ലെ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യുകയും അതിന് വേണ്ട ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുക അല്ലെ, ബഡ്ജറ്റ് അനുവദിക്കുകയും ചെയ്യണ്ടേ? എത്ര വരും അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ഏകദേശം എത്ര ബഡ്ജറ്റ് വരും? നെക്സ്റ്റ് എന്താണ്? അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യണം? അവർ ഓർഡർ കൊടുത്ത സാധനങ്ങൾ റിസീവ് ചെയ്യുക അല്ലെ, സ്വീകരിക്കുക. റിസീവ് ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തണോ? പരിശോധിക്കണോ? നമ്മ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണോ അല്ലെ, പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, പറഞ്ഞ ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് ഓർഡേഴ്സ് എടുത്തത് ഉണ്ടോ അല്ലെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻസ്പെക്ഷൻ നടത്തുക, ശരിയായ രീതിയിൽ സ്റ്റോക്ക് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ അല്ലെ, അവിടെയുള്ള സ്റ്റോക്കുകൾ നിയന്ത്രിക്കുക അല്ലെ, ശരിയായ രീതിയിൽ അവർ സ്റ്റോക്ക് ചെയ്യുക, സ്റ്റോക്ക് തീരുമ്പോഴേക്കും അവർ ഓർഡർ ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ആവശ്യമായ അളവിൽ എത്തിച്ചു കൊടുക്കുക അല്ലെ, അങ്ങനെയുള്ള ഇൻവെന്ററി കൺട്രോൾ. നെക്സ്റ്റ് എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ അല്ലെ, ചെലവ് കുറയ്ക്കാം വേണ്ടേ? കോസ്റ്റ് റിഡക്ഷൻ. വാല്യൂ അനാലിസിസ് എന്താണ്? മൂല്യവിശകലനം നടത്തുക അല്ലെ, അവര് വാങ്ങിച്ച സാധനങ്ങൾ അവര് കൊടുത്തിട്ടുള്ള പൈസക്കുള്ള മൂല്യമുണ്ടോ അല്ലെ. ലോ കോസ്റ്റ് ഹയർ ക്വാളിറ്റി. നെക്സ്റ്റ് എന്താണ്? വാല്യൂ അനാലിസിസ് അല്ലെ, മൂല്യവിശകലനം നടത്തുക. പിന്നെന്താണ്? അവിടെ വേസ്റ്റ് വന്ന സാധനങ്ങള്, ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാട് പറ്റിയ സാധനങ്ങൾ എന്ത് ചെയ്യണം? നിർമ്മാർജ്ജനം ചെയ്യണം അല്ലെ, ഡിസ്പോസ് ചെയ്യണ്ടേ? ലാസ്റ്റ് വൺ ഡിസ്പോസൽ. ഓക്കെ ആണോ? റിമൂവ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്നല്ലേ. അപ്പൊ നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ, വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ എക്യുപ്മെന്റുകൾ ഉൾപ്പെടെ ഹോസ്പിറ്റലിൽ ഒരുപാട് എക്യുപ്മെന്റുകൾ ഇല്ലേ? സ്റ്റെറിലൈസർ, സ്ട്രക്ചേഴ്സ്, സർജിക്കൽ ടേബിൾസ് അല്ലെ, മെഷീൻസ് ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട് അല്ലെ, വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ, വെന്റിലേറ്റേഴ്സ്, അനസ്തേഷ്യ മെഷീൻ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള MRI സ്കാൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻ, CT സ്കാനിന് ആവശ്യമായിട്ടുള്ള മെഷീൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എക്സ്റേ മെഷീൻ അല്ലെ, വിച്ച് ഇൻക്ലൂഡ് സർജിക്കൽ എക്യുപ്മെന്റ്, സർജിക്കൽ മെഷീൻസ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ. പിന്നെന്താണ്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ്, പേഷ്യന്റ് ഡീറ്റെയിൽസ് ഫോംസ്, കവേഴ്സ്, സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്ന പ്രിന്റുകൾ, ഇതൊക്കെ എന്താണ്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ് അല്ലെ. വിസിറ്റിംഗ് കാർഡുകൾ അല്ലെ, വിസിറ്റിംഗ് കാർഡുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്. ഹൗസ് കീപ്പിംഗ് അല്ലെ, ലിനൻസ്, കെമിക്കൽസ് അല്ലെ, നമ്മുടെ എന്താണ് ഹോസ്പിറ്റലിലെ ബെഡ്സിലൊക്കെ വിരിക്കുന്ന ലിനൻസ്, ബെഡ് കവറുകൾ അല്ലെ. പിന്നെ എന്താണ്? നമ്മ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് അല്ലെ, ആണോ? കെമിക്കൽസ്, ഫിനോയില്, ഡെറ്റോൾ അല്ലെ, ഇതൊക്കെ കെമിക്കൽസ് ആണ് അല്ലെ. പിന്നെ എന്താണ്? ഡയറ്ററി സർവീസിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടോ? ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള. അപ്പൊ ഡയറ്ററി ഫുഡ് പ്രോഡക്ട്സുകള്, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സുകൾ അല്ലെ,
നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സുകൾ, നമ്മുടെ മിഷനറീസിന്റെ ഒക്കെ എന്താണ് കേട് വന്നാൽ മാറ്റിയിടേണ്ട സ്പെയർ പാർട്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ടെസ്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ, മെഡിസിനുകൾ, ഓയിൽമെന്റ്സുകൾ അല്ലെ അങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി അല്ലെ നമ്മുടെ കെമിക്കൽസ് ഡെവലപ്പർ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉപയോഗിക്കുന്ന ഫിക്സറും ഡെവലപ്പർ ഒക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ കൺസ്ട്രക്ഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്സ്, അതർ മെറ്റീരിയൽസ്. നെക്സ്റ്റ് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ് അല്ലെ ഓട്ടോക്ലേവ് മെഷീൻസ്, അല്ലെങ്കിൽ ബോയിലർ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡീസൽ, പെട്രോൾ അങ്ങനെയുള്ള കൺസ്യൂമർ ഗുഡ്സുകൾ ഒക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇനി ഡിസ്ചാർജ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞേ? മിസ് പറഞ്ഞുതരാം. എന്തൊക്കെയായിരുന്നു? തീർന്നോ സംശയം? ലാമ എന്ന് പറഞ്ഞാല് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. പിന്നെ വാർഡ് സിസ്റ്ററിനെ നോക്കി വെക്കാം, സെക്കൻഡ് പോയിന്റ് നോക്കി വെക്കാം. പിന്നെ നമ്മുടെ പോളിസി കേട്ടോ, പിന്നെ നമ്മുടെ ഡിസ്ചാർജ് സമ്മറി ഫസ്റ്റ് ഭാഗം ഡിസ്ചാർജ് സമ്മറി ആണ് മിസ് എടുത്തത്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ പേഷ്യന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ അവിടെ നിന്ന് പോകുക, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആയി പോകുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പോകുന്നത് മൂലം ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ അല്ലെ, ചിലപ്പോൾ അവർ ഹെൽത്ത് കണ്ടീഷനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പൊ അതിനെ കുറിച്ച് അവർക്ക് വിശദീകരിച്ചു അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്നും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളൊന്നും കഴിക്കാതെ അവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയും എന്താണ് ലാമ ഫോമിൽ അവരെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു പേഷ്യന്റ് നേരിട്ട് കാഷ്വാലിറ്റിയിൽ വന്ന് അവരെ അഡ്മിറ്റ് ആക്കി ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്, സമ്മതത്തോടെ ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. കൂടാതെ അവർക്ക് വേണ്ട മരുന്നുകൾ അവരെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിക്കൊടുക്കുന്നത് നമ്മുടെ ഒപിയിലെ ഡോക്ടർ ആയിരിക്കും. 12ാമത് പറയുന്നത് ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? എല്ലാ ഹോസ്പിറ്റലിലെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ഉറപ്പുവരുത്തണമെന്ന്? ശരിയായ രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാനിംഗ് എന്ന് ഉറപ്പുവരുത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതല്ല ശരിയായ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് അല്ലെങ്കിൽ ഒരു രോഗിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് അവരവിടെ നിന്ന് പോകുമ്പോഴേക്കും അല്ലെ ഒരുപാട് നേരം എടുത്തില്ലേ? ആണോ? രാവിലെ ഇപ്പൊ ഏകദേശം ശരിക്കും പറഞ്ഞാല് ഒരു ഡോക്ടർ 10 മണി 11 മണിക്കുള്ളിൽ റൗണ്ട്സിന് വരും. ആണോ? ഒരു രോഗിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി വരും അല്ലേ? ഒപിയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെയൊക്കെ വരും ചില ഹോസ്പിറ്റലില്. ആണോ? പക്ഷെ രോഗി അവിടുന്ന് പോകുമ്പോഴേ അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്താല് രോഗി അവിടുന്ന് പോകുമ്പോൾ എപ്പോഴാണ് രോഗി പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്? ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നൈറ്റ് ആവും, ഈവനിങ് ആവും അല്ലെ? ഈവനിങ് ആവും. അപ്പൊ അതൊക്കെ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞ് ശരിയായ രീതിയിലുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ആണെങ്കിൽ ഒരു 10:30-ക്ക് അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്താൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും അവർക്ക് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. അത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാ ഹോസ്പിറ്റലില് ശരിയായ രീതിയിലുള്ള ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടോ ഒന്ന് ഉറപ്പുവരുത്തുക. ഇത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഓക്കെ ആണോ? ഇന്നെടുത്ത ഭാഗം ഇന്നത്തെ ഭാഗം ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ബാക്കി നാളെ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്.